Good morning. Hello, good morning. കേൾക്കാവോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്ന് എടുക്കുന്നത് ശരിക്കും എന്താണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ് കേട്ടോ, ഇട്ട് കളയരുത്. നിങ്ങൾക്ക് സീരീസ് എക്സാം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓടിച്ചാണ് എടുക്കുന്നത് കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന മിസ്സിനടുത്ത് പറഞ്ഞാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തായിരുന്നോ നിങ്ങൾ? പ്രോബ്ലം മിസ് 2 പ്രോബ്ലം ചെയ്തില്ലേ? അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സീരീസിന് ഇട്ടിട്ടുണ്ട്, DD ആൻഡ് ബ്രസൻഹാംസ് അൽഗോരിതം. ഡൗട്ടൊന്നും തോന്നിയില്ലേ? കീർത്തന, എന്തെങ്കിലും ഡൗട്ട് തോന്നിയോ? പ്രോബ്ലം അതില് എൻ പോയിന്റ്സിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ല? എൻ പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന പ്രോബ്ലത്തില് സെക്കൻഡ് പ്രോബ്ലം ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ്ങില് എൻ പോയിന്റ്സ് നിങ്ങൾക്ക് തന്നേക്കുന്ന ഫസ്റ്റ് എൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ 30, 20 ആൻഡ് സെക്കൻഡ് എൻ പോയിന്റ് 15, 10 ആണ്. ശരിക്കും നിങ്ങൾ എടുക്കേണ്ടത് ഇനിഷ്യൽ എൻ പോയിന്റ് 15, 10 വെച്ചിട്ട് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് അസംഷൻ ആയിട്ട് കൊടുത്തിട്ട് എൻ പോയിന്റ് 30, 20 റീച്ച് ചെയ്യുന്ന രീതിയിൽ അതിന്റെ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് കമ്പ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഫസ്റ്റ് തന്നതിൽ ലൈൻ ഡ്രോയിങ്ങിൽ ഫസ്റ്റ് ഫൈനൽ എൻ പോയിന്റ് എനിക്ക് തോന്നുന്നു 6, 7 9, 7 എന്തോ ആണ് കിട്ടുന്നത്. ചെറിയൊരു എൻ പോയിന്റ് ഡിഫറൻസ് അവിടെ വരും. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ ശരിക്കും സോളിഡ് ഏരിയ കൺവേർഷൻ ടെക്നിക്ക്, സോളിഡ് ഏരിയ സ്കാൻ കൺവേർഷൻ ടെക്നിക്കാണ് എടുക്കുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സ്കാൻ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ഡിജിറ്റലൈസിങ് ദ ഇമേജിന്റെ ഡിജിറ്റലൈസ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ടെക്നിക്കാണ് സ്കാൻ കൺവേർഷൻ. അതിൽ സോളിഡ് ഏരിയ സ്കാൻ കൺവേർഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, the process of scan converting closed object surface, the process of scan converting closed object surface. Okay, the process of generation of solid areas from simple edge or vertex descriptions is known as solid area scan conversion. The process of generation of solid areas from simple edge or vertex descriptions is known as solid area scan conversion. അപ്പോൾ എഡ്ജ് ഓർ വെർട്ടെക്സ്, നമ്മളിപ്പോൾ സോളിഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പോളിഗൺ എടുത്തു, ജസ്റ്റ് നമ്മൾ ലൈൻ ഡ്രോയിങ് പഠിച്ചു അല്ലേ? ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ് പഠിച്ചു, DDA ലൈൻ ഡ്രോയിങ് പഠിച്ചു, അതുപോലെ സർക്കിൾ ഡ്രോയിങ് പഠിച്ചു. അപ്പോൾ അതിന്റെ എല്ലാം കണ്ടിന്യൂഷൻ ആണ് ഈ പോളിഗൺ വരുന്നത്. അപ്പോൾ പോളിഗണിൽ നമ്മളൊരു കളർ ഫിൽ ചെയ്യാം. അപ്പോൾ വി ഹാവ് ടു ഫിൽ ദ കളർ, പർട്ടിക്കുലർ കളർ ഇൻസൈഡ് ദ പോളിഗൺ. അപ്പോൾ ബൗണ്ടറിയിൽ ഒരു കളർ, അതുപോലെ എന്താണ് അതിന്റെ ഇൻസൈഡ് ഒരു കളർ, അങ്ങനെ
കറസ്പോണ്ടിങ് കളർ ഫില്ല് ചെയ്യുന്ന ടെക്നിക്കാണ് ഇവിടെ ശരിക്കും വരുന്നത്, പോളിഗൺ ഫില്ലിംഗ് ടെക്നിക്കിൽ വരുന്നത്. അപ്പോൾ ഹിയർ ദ പ്രോസസ് ഓഫ് ജനറേഷൻ ഓഫ് സോളിഡ് ഏരിയാസ് ഫ്രം സിമ്പിൾ എഡ്ജ് ഓർ വെർട്ടെക്സ് ഡിസ്ക്രിപ്ഷൻസ്. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് സിമ്പിൾ എഡ്ജ് പോയിന്റ് അല്ലെങ്കിൽ വെർട്ടെക്സ് ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കും തന്നേക്കുന്നത്. അതിനെയാണ് സോളിഡ് ഏരിയ സ്കാൻ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ഫില്ലിംഗ് ദ ഏരിയ ഓർ ക്ലോസ്ഡ് ഗ്രാഫ് ഓർ പോളിഗൺ. ദിസ് മീൻസ് ദാറ്റ് വൺ ഈസ് മേക്കിംഗ് ദ ഏരിയ സോളിഡ്. അപ്പൊ ഈ ഏരിയ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് സ്കാൻ കൺവേർട്ടിംഗ്. ഓക്കെ, സ്കാൻ കൺവേർഷൻ ടെക്നിക്. ഇനി ഫിൽഡ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? എ പിക്ചർ കമ്പോണന്റ് ബിസൈഡ്സ് പോയിന്റ്സ്, സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ്സ് ആൻഡ് കർവ്സ് ഫോർ ഡിസ്ക്രൈബിംഗ് കമ്പോണന്റ്സ് ഓഫ് എ പിക്ചർ is an area that is filled with some solid color or pattern. We have to fill the particular polygon in blue color or green color. സിമ്പിൾ ആണ്. ഇപ്പോൾ ബ്ലൂ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ കൊണ്ട് ഒരു പോളിഗൺ ഫില്ല് ചെയ്യണം. അങ്ങനെയുള്ള ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിൽഡ് ഏരിയ എന്ന് പറയുന്നത്. Fill areas are used to describe surfaces of solid objects, but they are also useful in a variety of other applications. Also, filled regions are usually planar surfaces, mainly polygon. Polygon surfaces fill ചെയ്യാനായിട്ട് mainly യൂസ് ചെയ്യുന്നുണ്ട്. ഇനി there are two basic approaches to area filling on raster systems. രണ്ട് ബേസിക് അപ്രോച്ചസ് ആണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് one way is to fill an area is to determine the overlap intervals for scan lines that crosses the area. Other method for area filling is to start from a given interior position and paint outward from this point until one encounter the specified boundary conditions. ഇപ്പോൾ ടു ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ ഏരിയ ഫില്ലിംഗ്. ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ ഇന്റർസെക്ഷൻ ഏരിയ. അപ്പോൾ ഇന്റർസെക്ഷൻ ഏരിയ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നത് പിക്സൽ ആയിട്ടാണ് അല്ലെ? പിക്സൽ ആയിട്ടാണ്. ഇൻസൈഡ് ദ സ്ക്രീൻ പോയിന്റ്സ് ആർ കൺസിഡേർഡ് ഇൻ ദ ടേംസ് ഓഫ് ഒബ്ജക്ട്സ്, സെൽസ് ആയിട്ടാണ് സ്ക്രീൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഇൻ ഈച്ച് റോസ് നമ്മൾ എന്ത് പറയും? സ്കാൻ ലൈൻ എന്നാണ് പറയുന്നത്. ഓരോ റോയും സ്കാൻ ലൈൻ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്കാൻ ലൈനിലും വി ഹാവ് ടു ഡിറ്റർമൈൻ ദ ഓവർലാപ്പ് ഇന്റർവെൽസ് ഓഫ് സ്കാൻ ലൈൻ ദാറ്റ് ക്രോസസ് ദ ഏരിയ. അപ്പൊ നമ്മളൊരു പോളിഗൺ വരച്ചു. അതിന്റെ ഇപ്പൊ ജസ്റ്റ് ഒരു പോളിഗൺ ഞാൻ വരയ്ക്കുവാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പോളിഗൺ വരച്ചു. ഈ പോളിഗണില് ഇന്റർസെക്ഷൻ പോയിന്റ്, അപ്പൊ സ്കാൻ ലൈനും ആ പോളിഗണുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പാർട്ട് കമ്പ്യൂട്ട് ചെയ്യും. ഫസ്റ്റ് പാർട്ട് ഇവിടെയാണ് വരുന്നത്, സെക്കൻഡ് പാർട്ട് ഇവിടെയാണ് വരുന്നത്, ദെൻ തേർഡ് ഇവിടെ വരും, ദെൻ അല്ല ഇവിടെ ഇത് വെർട്ടെക്സ് ആണ്, ഇത് വരത്തില്ല. സ്കാൻ ലൈനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പാർട്ടാണ്. അപ്പൊ ഇവിടെ വരും, നെക്സ്റ്റ് പാർട്ട് ഇവിടെ വരും, അടുത്ത പാർട്ട് ഇവിടെ വരും, ഇവിടെ വരും. അപ്പൊ ഇങ്ങനെ ഈ പോളിഗൺ എന്താണ്? സ്കാൻ ലൈൻ. അപ്പൊ നമ്മൾ ഒരു പോളിഗൺ വരച്ചു കഴിഞ്ഞ് അതിന്റെ ഇപ്പൊ ഇങ്ങനെ ഒരു പോളിഗൺ വരച്ചു, അതിന്റെ സ്കാൻ ലൈൻ എന്ന് പറയുന്നത് റോസ് ആണ്. അപ്പൊ അതിൽ സ്കാൻ ലൈനും ആ പർട്ടിക്കുലർ പോളിഗണിന്റെ എഡ്ജും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ട് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന ആ ഒരു പാർട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ടെക്നിക്ക് പറയുന്നത്. ഓക്കെ ആണല്ലോ? വൺ വേ ടു ഫിൽ ആൻ ഏരിയ ഈസ് ടു ഡിറ്റർമൈൻ ദ ഓവർലാപ്പ് ഇന്റർവെൽസ് ഫോർ സ്കാൻ ലൈൻസ് ദാറ്റ് ക്രോസ് ദ ഏരിയ. ഓക്കെ, ആ ഒരു ഓവർലാപ്പിംഗ് റീജിയൻ കമ്പ്യൂട്ട് ചെയ്തിട്ട് അതനുസരിച്ച് ഫില്ല് ചെയ്യുന്ന. അപ്പൊ ഈ പർട്ടിക്കുലർ ഇപ്പൊ നമുക്ക് 2 എൻ പോയിന്റ്സ് കിട്ടി. ഈ എൻ പോയിന്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും? ബാക്കി എൻ പോയിന്റ്സും കൂടി കമ്പ്യൂട്ട് ചെയ്ത് ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്യും. ഈ ഒരു പോർഷന്റെ പോളിഗണിന്റെ ഈ ഒരു പാർട്ട് ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞ് ഈ 2 എൻ പോയിന്റ്സ് കിട്ടി. ഓക്കെ, ഈ 2 എൻ പോയിന്റ്സ് കിട്ടി. ഈ 2 എൻ പോയിന്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും? ബാക്കി പോർഷൻസും കൂടെ കമ്പ്യൂട്ട് ചെയ്ത് ഈ പർട്ടിക്കുലർ റീജിയൻ ഫില്ല് ചെയ്യും. ഇങ്ങനെയാണ് ഫില്ല് ചെയ്ത് വരുന്നത് ഫസ്റ്റ് ടെക്നിക്കില്. ഓക്കെ ആണല്ലോ? ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം എ ഗിവൺ ഇന്റീരിയർ പൊസിഷൻ ആൻഡ് പെയിന്റ് ഔട്ട്വേർഡ് ഫ്രം ദിസ് പോയിന്റ് അണ്ടിൽ വൺ എൻകൗണ്ടർ ദ സ്പെസിഫൈഡ് ബൗണ്ടറി കണ്ടീഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സർക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ഇറ്റ്സ് മിഡ് പോയിന്റ് നിന്ന് കൺസിഡർ ചെയ്യാം ആൻഡ് പെയിന്റ് ഔട്ട്വേർഡ് ഫ്രം ഇറ്റ്സ് പോയിന്റ് അണ്ടിൽ വൺ എൻകൗണ്ടർ സ്പെസിഫൈഡ് ബൗണ്ടറി. അപ്പൊ നമുക്ക് ബെസൻഹാം സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം പഠിച്ചപ്പോൾ ബൗണ്ടറി ലൈൻസ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ബൗണ്ടറി പോയിന്റ്സ് നമുക്ക് കിട്ടും അല്ലെ? ബൗണ്ടറി പോയിന്റ്സ് കിട്ടും. അപ്പൊ അണ്ടിൽ ആ ബൗണ്ടറി പോയിന്റ്സ് റീച്ച് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും? ബാക്കി അതർ പോയിന്റ്സ് കമ്പ്യൂട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ
മിഡ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഔട്ട്വേർഡ് പോർഷനിലോട്ട് ഫില്ല് ചെയ്ത് വരും അണ്ടിൽ റീച്ചസ് ദ ബൗണ്ടറി. അതാണ് സെക്കൻഡ് ടെക്നിക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടെക്നിക്ക് പറയുന്നത് ഓവർലാപ്പിംഗ് ടെക്നിക്കാണ്. വി ഹാവ് ടു ഫൈൻഡ് ദ ഇന്റർസെക്ഷൻ റീജിയൻ ബിറ്റ്വീൻ ദ സ്കാൻ ലൈൻ ആൻഡ് ദ ഏരിയ ഏരിയ ഇൻ വിച്ച് പോളിഗൺസ് എഡ്ജ് എത്തുന്ന ഏരിയയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കും. ആ ഇന്റർസെക്ഷൻ പോയിന്റ് അനുസരിച്ച് വി ഹാവ് ടു ഫിൽ ദ ഏരിയ. സെക്കൻഡ് പറയുന്നത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ ഇന്റീരിയർ പൊസിഷൻ ആൻഡ് പെയിന്റ് ഔട്ട്വേർഡ് അണ്ടിൽ വി റീച്ച് ദ ബൗണ്ടറി. ബൗണ്ടറി എത്തുന്നത് വരെ എന്ത് ചെയ്യും? ഫിൽ ചെയ്യും. ആണ് ടു ടെക്നിക്സ്. ഓക്കെ, ടു ബേസിക് അപ്രോച്ചസ് ഫോർ area filling. The scanline approach is typically used in general graphic packages to fill polygons, circles, ellipses and other simple curves. അപ്പോൾ ഇതിനെയാണ് scanline approach എന്ന് പറയുന്നത്. ഓക്കെ, scanline approach. Next, what do you mean by a polygon? Polygon എന്ന് വെച്ചാൽ എന്താണ്? A polygon may be represented as a number of line segments connected end to end to form a closed figure. We have to connect the number of line segments, and to form a closed figure, we said that it is a polygon. A many-sided closed figure is termed as a polygon. A polygon can be represented by series of points which make line segments which are connected, and these line segments are called sides of polygon or edges, and the endpoints are called vertices. The simplest polygon is a triangle having 3 line segments. Okay. The sides of the polygon on we have termed it as edges. Edges. Polygon having edges and triangle having 3 line segments. So this is also an important question. Short question ആയിട്ട് ചോദിക്കുന്നതാണ്. Which are the types of polygons used? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ടേം മാത്രം ഓർത്ത് വെച്ചേക്കുക. കോൺവെക്സ് പോളിഗൺ ആൻഡ് കോൺകേവ് പോളിഗൺ. There are mainly two types of polygons. കോൺവെക്സ് പോളിഗൺ ആൻഡ് കോൺകേവ് പോളിഗൺ. എന്തായിരിക്കും കോൺവെക്സ് പോളിഗൺ? ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. The line, two interior points of polygon lies completely inside the polygon. ഇപ്പൊ രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ട്. ആ എൻഡ് പോയിന്റ്സ് എന്ത് ചെയ്യാണ്? ഇൻസൈഡ് ദ പോയിന്റ്, കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ we said that convex polygon. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ here A and B are the two ends, and these 2 points are inside, completely inside this triangle. അതുപോലെ second part, third. Okay, these are all the examples of convex polygon. Where polygon is said to be convex if the line joining two interior points of polygon lies completely inside the polygon. Okay, then we say that it is a convex polygon. Then second one, concave polygon. Concave polygon എന്തായിരിക്കും? Line joining two endpoints of polygon lies outside the polygon. If the two here നോക്കിക്കേ, A, B, രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ട്. ഈ രണ്ട് എൻഡ് പോയിന്റ്സിലും ഈ പോയിന്റ്സ് കംപ്ലീറ്റ്ലി പോളിഗണിനകത്തല്ല. These points are outside the polygon. So we said that it is a concave polygon. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ രണ്ട് ഈ ഫിഗർ എടുത്തു കഴിഞ്ഞാലും എൻഡ് പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എ ആൻഡ് ബി, അതിന്റെ എൻഡ് പോയിന്റ്സിലെ എല്ലാ റീജിയനും പോളിഗൺ അകത്തല്ല. അപ്പൊ നമുക്ക് പറയാം ഇസ് എ കോൺവെക്സ് പോളിഗൺ, സോറി കോൺകേവ് പോളിഗൺ. ഓക്കെ ആണല്ലോ. Then concave polygons are again classified into two. Positively oriented concave polygon. Positively oriented എന്ന് പറഞ്ഞാൽ എന്താണ്? A polygon is said to be positively oriented if vertices P1, P2, P3, etc. Pn of a polygon are visited in anti-clockwise direction. Okay, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. Polygon having some direction. So എന്തെങ്കിലും, അതായത് we have vertices. ഇപ്പൊ D to E is D to E എങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് പോകുന്നത്. അതുപോലെ C to D is also in ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. Then we say that positively oriented concave polygon എന്ന് പറയാം. അതുപോലെ നെഗറ്റീവ്ലി ഓറിയന്റഡ് concave polygon ഉണ്ട്. എന്താണ്? These vertices of a polygon are visited in clockwise direction. Clockwise direction ആണെങ്കിൽ അതിന് എന്ത് പറയാം? നെഗറ്റീവ്ലി ഓറിയന്റഡ് പോളിഗൺ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. പോളിഗണിനെ കുറിച്ച് പഠിച്ചു. പോളിഗൺ മെയിൻലി ടു ക്ലാസിഫിക്കേഷൻ, കോൺവെക്സ് പോളിഗൺ, കോൺകേവ് പോളിഗൺ. കോൺവെക്സ് പോളിഗൺ ആണെങ്കിൽ ഇന്റീരിയർ പോയിന്റ്സ് ആർ ഇൻസൈഡ് ദ പോളിഗൺ ആൻഡ് ഇന്റീരിയർ പോയിന്റ്സ് ആർ any other points are outside the polygon. Then we say that concave polygon. And there are two types of concave polygon, positively oriented and negatively oriented. If the vertices are
If the vertices of a polygon are visited in anti-clockwise direction, then we say that it is positively oriented polygon. And if the vertices are visited in clockwise circuit, then we say that negatively oriented polygon. Okay. Ini, how to find the regions, whether the regions of the object is interior or exterior. അപ്പം നമ്മുടെ ഒബ്ജക്റ്റിന്റെ റീജിയൻ എന്ന് പറയുന്നത് നമ്മളൊരു റീജിയൻ കമ്പ്യൂട്ട് ചെയ്യുവാണ്. ദാറ്റ് റീജിയൻ ഈസ് ഇന്റീരിയർ ആണോ ഔട്ട്സൈഡ് ആണോ എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാൻ മെയിൻലി 2 മെക്കാനിസംസ് ഓർ 2 ടെക്നിക്സ്. ഫസ്റ്റ് ടെക്നിക് ഈസ് ഈവൻ ഓഡ് മെത്തേഡ് ഓർ ഓഡ് പാരിറ്റി റൂൾ. ഓക്കെ, ഈവൻ ഓഡ് മെത്തേഡ് ഓർ ഓഡ് പാരിറ്റി റൂൾ. ഇൻ ദിസ് റൂൾ ഒന്നുമില്ല, ഇൻ ദിസ് റൂൾ one just draw a line between the point to interrogate and a point known to be outside the polygon and count the number of intersection of line with the polygon boundary. If this number of intersections are odd, then this point is said to be interior point. Otherwise, it is exterior point. That is, when we draw a line which passes through these edges of this polygon. നേരത്തെ പറഞ്ഞു സ്കാൻ ലൈൻ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഇവിടെ x2 എന്ന് പറയുന്ന ഒരു സ്കാൻ ലൈൻ ആണ്. x2 എന്ന് പറയുന്നത് വിച്ച് ഇന്റർസെക്ട് ദ പോളിഗണെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഇന്റർസെക്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ദിസ് ഇന്റർസെക്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഈവൻ ആണെന്നുണ്ടെങ്കിൽ വി സെഡ് ദാറ്റ് ദിസ് ഈസ് എൻ എക്സ്റ്റീരിയർ പോയിന്റ്. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റീരിയർ പോയിന്റ് ആണെന്ന് പറയാം. ദിസ് ഇസ് എ ടെസ്റ്റ്, ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ് ആണ്. റീജിയൻ ഇന്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ എന്ന് ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. സോ അപ്പോൾ ഈവൻ നമ്പർ ഓഫ് ഇന്റർസെക്ഷൻ പോയിന്റ് ആണെങ്കിൽ എന്താണ്, എക്സ്റ്റീരിയർ പോയിന്റ് ആണ്. ഓഡ് നമ്പർ ഓഫ് ഇന്റർസെക്ടിങ് പോയിന്റ് ആണെങ്കിൽ ഇന്റീരിയർ പോയിന്റ് ആണ്. അപ്പൊ ഈ ഒരു കേസിൽ x1 എടുത്തു കഴിഞ്ഞാൽ x1 സ്കാൻ ലൈൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇന്റർസെക്ടിങ് പോയിന്റ് ആണ് വരുന്നത്. അപ്പൊ അത് ഇന്റീരിയർ പോയിന്റ് ആണ്. ഇനി x3 എടുത്തു കഴിഞ്ഞാലോ 1 2 3 ഇന്റർസെക്ടിങ് പോയിന്റ്, അപ്പൊ അതും ഇന്റീരിയർ ആണ്. ഇനി അടുത്ത x4 എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 ഇന്റർസെക്ടിങ് പോയിന്റ് ആണ്. സോ അത് ഏതിൽ വരും, എക്സ്റ്റീരിയർ പോയിന്റ് ആണ്. അപ്പോൾ ഓഡ് ആണെങ്കിൽ ഇന്റീരിയർ, ഈവൻ ആണെങ്കിൽ എക്സ്റ്റീരിയർ. ആ ഒരു കൺസിഡറേഷൻ ആണ് ഏതിൽ വരുന്നത്, ഈവൻ ഓഡ് മെത്തേഡ് ഓർ ഓഡ് പാരിറ്റി റൂളിൽ വരുന്നത്. ഓക്കെ ആണല്ലോ, ഈവൻ ഓഡ് മെത്തേഡ് ഓർ ഓഡ് പാരിറ്റി റൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, യൂസ് ടു ടെസ്റ്റ് വെദർ ദ റീജിയൻ ഈസ് ഇന്റീരിയർ ഓർ എക്സ്റ്റീരിയർ ഓഫ് ആൻ ഒബ്ജക്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് വൈൻഡിങ് നമ്പർ മെത്തേഡ്. വൈൻഡിങ് നമ്പർ മെത്തേഡ് ഓർ non-zero winding number rules. Winding number rule or non-zero winding number rule. In this method, count how many times the edges of polygon wind around a particular point in anti-clockwise direction and give each edge crossed a direction number. Then sum these direction numbers of all edges crossed. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കാൻ ലൈൻ വെച്ചിട്ടുണ്ട്, പി അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പി എന്ന് പറയുന്ന ഒരു സ്കാൻ ലൈൻ. അപ്പൊ ഈ സ്കാൻ ലൈനിൽ പർട്ടിക്കുലർ എഡ്ജ് പോവുകയാണ്, പോളിഗണിന്റെ എഡ്ജ് പാസ് ചെയ്യുവാണ്. പാസ് ചെയ്യുന്ന എഡ്ജ് ഇങ്ങനെ നോക്കിയാൽ മതി, ശരിക്കും പാസ് ചെയ്യുന്ന എഡ്ജ് ക്ലോക്ക് വൈസ് മൂവ് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ വി അസ്യൂം ഇറ്റ് ആസ് -1 എന്ന് അസ്യൂം ചെയ്യും, -1. ഇനി ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് -1 ആണ്. ഇനി അടുത്ത പാർട്ട്, അപ്പൊ ഇതാണ് സ്കാൻ ലൈൻ, ഇതിൽ പാസ് ചെയ്യുന്ന എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് ശരിക്കും ഡൗൺവേർഡ് ആണ് വരുന്നത്. അല്ല, അപ്വേർഡ് ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാം -1 വാല്യൂ. അതുപോലെ ഡൗൺവേർഡ് ആണെങ്കിൽ നമുക്ക് 1 വാല്യൂ അസ്യൂം ചെയ്യാം, 1 വാല്യൂ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഈ ഒരു പാർട്ട് എന്താണ്, ഇന്റർസെക്ഷൻ പാർട്ട് വരുന്നുണ്ട്. ഇന്റർസെക്ഷൻ പാർട്ടിന് അപ്വേർഡ് ആണ് വന്നിരിക്കുന്നത്, അപ്പൊ നമുക്ക് പറയാം -1. അതുപോലെ ഇവിടെ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ് വന്നിരിക്കുന്നത്, പറയാം 1. അപ്പൊ ഇതെല്ലാം കൂടി സം ചെയ്യുമ്പോൾ, സമ്മേഷൻ ഓഫ് ദീസ് എഡ്ജസിന്റെ ഇന്റർസെക്ഷൻ പാർട്ട് സം ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ വി സെഡ് ദാറ്റ് ദ പോയിന്റ് ലൈസ് ഔട്ട്സൈഡ് ദ പോളിഗൺ. 0 ആണെങ്കിൽ ഔട്ട്സൈഡ് ദ പോളിഗൺ, നോൺ സീറോ വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ പോയിന്റ് ലൈസ് ഇൻസൈഡ് ദ റീജിയൻ ഓഫ് പോളിഗൺ. ഓക്കെ, അപ്പൊ 0 വാല്യൂ ആണെങ്കിൽ ഔട്ട്സൈഡ് ദ പോളിഗൺ, അതുപോലെ നോൺ സീറോ വാല്യൂ ആണെങ്കിൽ ഇൻസൈഡ് ദ പോളിഗൺ. ആ ഒരു കൺസിഡറേഷൻ. അപ്പൊ വൈൻഡിങ് നമ്പർ ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വൈൻഡിങ് നമ്പർ. ഓക്കെ, വൈൻഡിങ് നമ്പർ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു ടെക്നിക്ക് പറയുന്നത്. ദ ഡയറക്ഷൻ നമ്പർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് പോളിഗൺ എഡ്ജ്. എങ്ങനെയാണ് പോളിഗൺ എഡ്ജ് ഇരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ് സ്കാൻ ലൈൻ.
സ്കാൻ ലൈനെ ബേസ് ചെയ്തിട്ട് പോളിഗൺ എഡ്ജ് എങ്ങനെയാണ് ഇരിക്കുന്നത് അതിനെ നോക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്കാൻ ലൈൻ എക്സ് അല്ലെങ്കിൽ പി എന്നൊരു സ്കാൻ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എഡ്ജ് പോളിഗണിന്റെ ഫസ്റ്റ് എഡ്ജ് അപ്വേർഡ് ഡയറക്ഷൻ ആണ്, അപ്വേർഡ് ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദെൻ ദ നമ്പർ ബി അസ്യൂം ആസ് -1. ഇനിഷ്യലി ദ വൈൻഡിങ് നമ്പർ ഈസ് അസ്യൂംഡ് ആസ് 0. ദെൻ അതിന്റെ ഡയറക്ഷൻ നോക്കും. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ വൈൻഡിങ് നമ്പർ -1 കൊടുക്കും. അതുപോലെ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ വൈൻഡിങ് നമ്പർ 1 കൊടുക്കും. അതുപോലെ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ 1 കൊടുക്കും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ -1 കൊടുക്കും വിത്ത് റെസ്പെക്ട് ടു ദി സ്കാൻ ലൈൻ. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ അതായത് സമ്മേഷൻ ആണ്. സമ്മേഷൻ കിട്ടുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ ദ പോയിന്റ് ലൈസ് ഔട്ട്സൈഡ് ദ പോളിഗൺ. സമ്മേഷൻ എടുക്കുമ്പോൾ എനി നോൺ സീറോ വാല്യൂ ആണെങ്കിൽ വി സേ ദാറ്റ് ദ പോയിന്റ് ഈസ് ഇൻസൈഡ് ദ റീജിയൻ ഓഫ് പോളിഗൺ. ഇത് രണ്ടുമാണ് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഇന്റീരിയർ ഓർ എക്സ്റ്റീരിയർ പോയിന്റ് ഓഫ് എ റീജിയൻ. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ് ആണ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റിൽ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. വി ഹാവ് ടു അസ്യൂം എ സ്കാൻ ലൈൻ. We have to find the intersecting point of the scan line. If the number of intersecting point is odd, then we say that the point is interior point. And if the number of intersection point is even, then we say that it is in exterior point. Then second method is based on winding number method. Okay, based on winding number, we have to calculate the winding number. If the winding number is 0, the point is outside region. And if any non-zero value means the point is inside region. For winding number, we have to calculate based on reference line or scan line. If the the direction of edge is upward and clockwise direction, then winding number is -1. And if the edge is downward direction, then the winding number is 1. And if the edge is anti-clockwise direction also, the winding number is 1. We calculate the winding number, and the summation of this winding number yields a result. Okay, these are the 2 different types of tests for calculating the interior and exterior of the exterior point of the polygon. ഇനിയാണ് 2 ഡിഫറെന്റ് ടൈപ്സ് വരുന്നത്. പോളിഗൺ ഫില്ലിംഗ് അൽഗോരിതം. പോളിഗൺ ഫില്ലിംഗ് അൽഗോരിതത്തിൽ there are 2 basic approaches of എന്താണ് പോളിഗൺ ഫില്ലിംഗ് അൽഗോരിതം. സ്കാൻ ലൈൻ അൽഗോരിതം. ഫസ്റ്റ് വൺ സ്കാൻ ലൈൻ അൽഗോരിതം. സെക്കൻഡ് വൺ ബൗണ്ടറി ആൻഡ് ഫ്ലഡ് ഫിൽ അൽഗോരിതം. ഫസ്റ്റ് മെത്തേഡ് സ്കാൻ ലൈൻ അൽഗോരിതം. സെക്കൻഡ് മെത്തേഡ് ബൗണ്ടറി ആൻഡ് ഫ്ലഡ് ഫിൽ അൽഗോരിതം. സ്കാൻ ലൈൻ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഡിറ്റർമൈൻ ദ ഓവർലാപ്പ് ഇന്റർവൽ ഫോർ സ്കാൻ ലൈൻ. ആദ്യം പറഞ്ഞ തന്നെയാണ്, നമ്മൾ ഓവർലാപ്പിംഗ് ഇന്റർസെക്ഷൻ പോയിന്റ് വയ്ക്കുക, പോയിന്റ് കൺസിഡർ ചെയ്യുക, ആ പോയിന്റിനനുസരിച്ച് എന്ത് ചെയ്യുക, ബാക്കി റീജിയനും കൂടെ അസ്യൂം ചെയ്തിട്ട് അതനുസരിച്ച് ഫിൽ ചെയ്ത് വരിക. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇന്റീരിയർ പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഔട്ട്വേർഡ് ഓഫ് ദിസ് പോയിന്റ് പെയിന്റ് ചെയ്യുക അണ്ടിൽ വി റീച്ച് ദ ബൗണ്ടറി. അതാണ് സെക്കൻഡ് അപ്രോച്ച്. അതിൽ വരുന്ന 2 ടൈപ്പ് ഓഫ് അൽഗോരിതം ആണ് ബൗണ്ടറി ആൻഡ് ഫ്ലഡ് ഫിൽ അൽഗോരിതം. ബൗണ്ടറി ആൻഡ് ഫ്ലഡ് ഫിൽ അൽഗോരിതം. ഈ 3 ടൈപ്പും ഇപ്പൊ നിങ്ങൾ ഈ സെക്കൻഡ് മോഡ്യൂൾ എടുക്കുമ്പോൾ ഈ 3 അൽഗോരിതംസും പഠിച്ചിട്ടേ ബാക്കി ടോപ്പിക്സിലോട്ട് പോകാവൂ. 3 അൽഗോരിതം ഏതൊക്കെയാണ്? ഇത് സ്കാൻ ലൈൻ പോളിഗൺ ഫില്ലിംഗ് അൽഗോരിതം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ബൗണ്ടറി ഫിൽ അൽഗോരിതം, ഫ്ലഡ് ഫിൽ അൽഗോരിതം. ഈ 3 അൽഗോരിതം കഴിഞ്ഞിട്ടേ ബാക്കി ടോപ്പിക്ക് നിങ്ങൾ പോകാവൂ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ ഏതാണ്? സ്കാൻ ലൈൻ പോളിഗൺ ഫില്ലിംഗ് അൽഗോരിതം. ഫിഗർ വെച്ചിട്ട് നോക്കാം. സ്കാൻ ലൈൻ പോളിഗൺ ഫില്ലിംഗ് അൽഗോരിതത്തില് ഞാൻ പറഞ്ഞു സ്കാൻ ലൈൻ ആകുമ്പോഴത്തേക്ക് എന്താണ്, വി ഹാവ് ടു കൺസിഡർ ദ സ്കാൻ ലൈൻ. ഇപ്പൊ ഇവിടെ ഒരു സ്കാൻ ലൈൻ വരയ്ക്കുന്നുണ്ട്, സ്കാൻ ലൈൻ കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ സ്കാൻ ലൈനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഫസ്റ്റ് സ്കാൻ ലൈൻ കൺസിഡർ ചെയ്തു, അതിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് എടുത്തു. അപ്പൊ ഇവിടെ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് വരുന്നുണ്ട്, വാല്യൂ 6 ആണ്. അതുപോലെ ഈ ഒരു വാല്യൂ 9 ആണ്. ദെൻ അടുത്ത ഇന്റർസെക്റ്റിംഗ് പോയിന്റിന്റെ വാല്യൂ 12. ദെൻ നെക്സ്റ്റ് ഇന്റർസെക്റ്റിംഗ് പോയിന്റിന്റെ വാല്യൂ 15. ഓക്കെ ആണല്ലോ. അപ്പൊ 4 പോയിന്റ്സ് നമുക്ക് കിട്ടി. ദെൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു സോർട്ട് ദീസ് പോയിന്റ് ഇൻ ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റ് സോർട്ട് ചെയ്യുക മീൻസ് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക. അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ അസെൻഡിങ് ഓർഡർ ആണ് 6, 9, 12, 15. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാം അസെൻഡിങ് ഓർഡർ ആണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് പെയർ വൈസ് സോർട്ടിങ്. പെയർ വൈസ് സോർട്ടിംഗ് ആയിട്ട് അസ്യൂം ചെയ്യുക. ദാറ്റ് മീൻസ് ദീസ് പോയിന്റ്സിന് പെയർ വൈസ് എടുക്കുമ്പോൾ 6, 9 ഒരു പോയിന്റ്, 12, 15 ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ പെയർ വൈസ് ആയിട്ട് സോർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പെയർ വൈസ് സോർട്ട് ചെയ്തിട്ട് വി ഹാവ് ടു ഫിൽ ദ പോളിഗൺ.
But these intersection points are then sorted from left to right, and corresponding positions of these between each intersection pair are said to be specified fill color. അപ്പോൾ ഈ കറസ്പോണ്ടിങ് പൊസിഷൻസ് പെയർ വൈസ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ പെയറിന് പർട്ടിക്കുലർ കളർ കൊടുക്കുക. ഇപ്പോൾ 6, 9 ബ്ലൂ കളർ കൊടുക്കുക, അതുപോലെ 12, 15 അടുത്ത കളർ കൊടുക്കുക. അപ്പം അങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ ഈ പാർട്ട് കംപ്ലീറ്റ് ഫില്ലാവും. പോളിഗണിൻ്റെ ഫില്ല് ചെയ്യേണ്ട റീജിയൻ കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഫില്ലായി വരും. ഓക്കെ, ഇങ്ങനെ സ്കാൻ ലൈൻ കമ്പ്യൂട്ട് ചെയ്തിട്ട്, അപ്പോൾ ഇത് ഒരു സ്കാൻ ലൈനിൻ്റെ കേസാണ്. ഇനി അടുത്ത സ്കാൻ ലൈൻ ഡ്രോ ചെയ്യും, നെക്സ്റ്റ് സ്കാൻ ലൈൻ. എന്നിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ ഇന്റർസെക്ഷൻ പോയിന്റ് എടുക്കും. ഇന്റർസെക്ഷൻ പോയിന്റ് എടുത്തിട്ട് അതിന് പർട്ടിക്കുലർ കളർ കൊടുക്കും. അപ്പം ഇതിനിപ്പം റെഡ് കൊടുത്തു, അടുത്തതിന് ഗ്രീൻ കൊടുക്കുകയാണെങ്കിൽ അടുത്തതിന് ഗ്രീൻ കളർ, ഈ പർട്ടിക്കുലർ പെയർ വൈസ് ആയിട്ട് വെച്ചേക്കുന്നതിന് ഒരു കളറായിട്ട് അസ്യൂം ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതാണ് സ്കാൻ ലൈൻ പോളിഗൺ ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ intersection point of the scan line and sort this point from left to right. Then pairwise sorting is there and fill the specified color to each pair. ഓരോ പെയറിനും സ്പെസിഫൈഡ് കളർ ഫില്ല് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇത് ഫസ്റ്റ്. ഇനി സം കേസസ്, ചില കേസിൽ ഈ പോളിഗൺ തന്നെ, പോളിഗണിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ്, അതായത് സ്കാൻ ലൈനുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് സംടൈംസ് വെർട്ടെക്സിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതൊരു വെർട്ടെക്സ് പോയിന്റ് ആണ്, ഇതൊരു വെർട്ടെക്സ് പോയിന്റ് ആണ്, ഇതൊരു വെർട്ടെക്സ് പോയിന്റ് ആണ്, ഇതൊരു വെർട്ടെക്സ് പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ എഡ്ജിലാണ് വന്നേക്കുന്നത്. എഡ്ജിൽ വന്നേക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ അങ്ങ് പ്രൊസീഡ് ചെയ്താൽ മതി. ഇനി വെർട്ടെക്സിൽ വരുന്ന കേസിൽ വി ഹാവ് ടു നീഡ് സം സ്പെഷ്യൽ കെയർ. അപ്പൊ സ്പെഷ്യൽ ഹാൻഡ്ലിംഗ് മെക്കാനിസം ഉണ്ടെങ്കിൽ വെർട്ടെക്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വെർട്ടെക്സിൽ വരുന്ന കേസ്. അപ്പൊ ഇവിടെ വെർട്ടെക്സ് പോയിന്റ് ഏതൊക്കെയാണ്, എ ഉണ്ട്, ബി, സി, സിയും സ്കാൻ ലൈനും ടച്ചിങ് ആണ്, ഡി ഉണ്ട്, ദെൻ ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്, ഐ ഉണ്ട്. ഇത്ര വെർട്ടെക്സ് ആണ് വരുന്നത്. ജെ ഉണ്ട്. ദീസ് ആർ ദ വെർട്ടെക്സ് ഓഫ് ദിസ് പോളിഗൺ. ആൻഡ് എ ബി എഡ്ജസ് ഏതൊക്കെയാണ്, എ ബി, ബി സി, സി ഡി, ഡി ഇ, എഫ്, ജി എച്ച്, അങ്ങനെയുള്ളതാണ് എഡ്ജസ്. അപ്പൊ ഇവിടെ വെർട്ടെക്സുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. സ്കാൻ ലൈൻ 1 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ദിസ് പോയിന്റ് മീറ്റ്സ് ദ സി, വെർട്ടെക്സ് സിയെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വി ഹാവ് ടു എൻ പോയിന്റ്സ് കൺസിഡർ ചെയ്യുക. ഇവിടുത്തെ എൻ പോയിന്റ്സ് ഏതൊക്കെയാണ്, ബി ഉണ്ട്, ബി, സി, ഡി, സിയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതർ എൻ പോയിന്റ്സ് ഏതൊക്കെയാണ്, ബിയും ഡിയും. ഇനി ബിയും ഡിയും ഈ സ്കാൻ ലൈനിന്റെ കറസ്പോണ്ടിങ് ഡയറക്ഷൻ ഏതാന്ന് നോക്കുക. അപ്വേർഡ് ആണോ, ഡൗൺവേർഡ് ആണോ, ഓപ്പോസിറ്റ് ആണോ എന്ന് നോക്കുക. ഇപ്പൊ ബി ടു സി, ഈ എഡ്ജ് എന്ന് പറയുന്ന അതേ അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെയാണ് സി ടു ഡിയും വന്നേക്കുന്നത്. ഇപ്പൊ രണ്ടും അപ്വേർഡ് ഡയറക്ഷനിലാണ് വന്നേക്കുന്നത്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഹെൻസ് there are 2 intersection pairs 1, 2 and 3, 4. അപ്പൊ എങ്ങനെ വരും, 1, 2 എന്ന് പറയുന്നത് ഈ ഒരു പെയർ 1, 2, അതുപോലെ ഈ ഒരു പെയർ 1, 2, അതുപോലെ 3, 4 സെക്കൻഡ് പെയർ 1, 2 പെയറും വരും, 3, 4 പെയറും വരും. ഓക്കെ, ഇനി ഫോർ ദ കേസ് ഓഫ് സ്കാൻ ലൈൻ 2, സ്കാൻ ലൈൻ 2 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എൻ പോയിന്റ്സ് ഏതൊക്കെയാണ്, സ്കാൻ ലൈൻ 2ല് ഡി ഇ വരുന്നുണ്ട്, ഇ എഫ് വരുന്നുണ്ട്. ഫോർ സ്കാൻ ലൈൻ 2 അതർ എൻ പോയിന്റ്സ് ഡി ആൻഡ് എഫ്, ഡി ആൻഡ് എഫ്, ഡിയും എഫും എൻ പോയിന്റ്സ് ആയിട്ട് ഈ ഒരു പാർട്ട് ഡി ഇ എഫ്, ഇ എന്ന് പറയുന്ന വെർട്ടെക്സ് ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ വരുന്നത്, ദീസ് 2 പോയിന്റ്സ് ആർ ലൈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പൊ അവിടുത്തെ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ 1, 2 we have to consider it as 1, 2 and 3, 4. 1, 2 and 3, 4 ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 1, 2 എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ, ഈ എൻ പോയിന്റ് 1, 2, അതുപോലെ 3, 4 ഈ ഒരു റീജിയൻ 3, 4 കൺസിഡർ ചെയ്യും. 1, 2 and 3, 4. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 and 3, 4 അല്ലെ, 1, 2 and 3, 4 ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിനെ ടച്ച് ചെയ്ത് പോകുന്ന ബാക്കി റീജിയൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് 1, 2 അതുപോലെ 3, 4 ഇത്രയും റീജിയൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇടയ്ക്കുള്ള റീജിയൻ വരുന്നില്ല.
അപ്പം ഇങ്ങനെയാണ് അതിന് കോർഡിനേറ്റ് പൊസിഷൻ എടുക്കുന്നത്. അതൊന്ന് ഓർത്തോളാം. അതായത് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ 1 2 3 4 ആ ഒരു കൺസിഡറേഷൻ വരും. അതുപോലെ ഇവിടെ എന്ന് പറയുന്നത് 1 2 അതിനെ ടച്ച് ചെയ്ത പോയിന്റ്സ് 1 2 3 4 ആ റീജിയൻ എടുക്കുന്നതെന്ന് ശ്രദ്ധിച്ചോളാം. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പോയിന്റ് ഈസ് കൗണ്ടഡ് ആസ് സിംഗിൾ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇപ്പൊ 1 2 ദെൻ ആ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റില്ല. അടുത്ത പോയിന്റ് 3 4 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ സിംഗിൾ ഇന്റർസെക്ഷൻ എന്നൊരു കൺസിഡറേഷനിലാണ് അത് പോകുന്നത്. ഇവിടെ എന്ന് പറയുന്നത് സെയിം ഡയറക്ഷൻ ആകുമ്പോൾ ഒറ്റ ഇതിലിരിക്കുകയാണ്. അപ്പൊ 1 2 കൺസിഡർ ചെയ്യും, അതേ പോയിന്റിൽ നിന്ന് തന്നെ വീണ്ടും കൺസിഡർ ചെയ്യണം. ഓക്കെ, അവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ടൊരു എക്സംഷൻ പോർഷൻ വരുന്നില്ല. അതാണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതാണ് 2 ടൈപ്പ് ഓഫ് ടെക്നിക്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അൽഗോരിതം പറയുവാണെങ്കിൽ scanline polygon filling algorithm. First we have to read the number of vertices of polygon, read x and y coordinates of all vertices, store the initial x value and y value and y2 for endpoints, 2 endpoints, and increment x from scanline to scanline for each edge in array. Also check that y1 greater than y2. If not, interchange y1 and y2. ഇത് സോർട്ടിങ്ങിന്റെ മെത്തേഡാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ വാല്യൂസ് റീഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, വൈ മിന്നും വൈ മാക്സും അതൊക്കെ കോർഡിനേറ്റ് പൊസിഷൻ ബേസ് ചെയ്ത് വരും. ഫോർത്ത് സ്റ്റെപ്പ് ആണ് വി ഹാവ് ടു സോർട്ട് ദ എൻഡ് പോയിന്റ്സ് സോർട്ട് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്, സോർട്ട് ദ റോസ് ഓഫ് അറേ സോർട്ടിംഗ് എഡ്ജസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് y1 y2 ആൻഡ് അസെൻഡിങ് ഓർഡർ ഓഫ് x2. Then set y equal to y max. Find the active edges and update active edges list. If y greater than y2 and y less than or equal to y1, edge is active, else edge is not active. അതായത് സോർട്ട് ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് പാർട്ട് കമ്പ്യൂട്ട് എക്സ് ഇന്റർസെക്ട് പോയിന്റ് കമ്പ്യൂട്ട് ചെയ്യുക യൂസിങ് ദിസ് ഇക്വേഷൻ. ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് എക്സ് ഇന്റർസെക്ട് കമ്പ്യൂട്ട് ചെയ്യുക. ഇഫ് എക്സ് ഇന്റർസെക്ട് ഈസ് വെർട്ടെക്സ്, എക്സ് ഇന്റർസെക്ട് എന്ന് പറയുന്ന വെർട്ടെക്സ് ആണെങ്കിൽ then x intersect equal to x1 and y equal to y1. Then apply vertex test to check whether to store 1 intersect or 2 intersect. Store all x intersect in the x intersect array. Sort x intersect array in ascending order. Extract pairs of intersect from the sorted x intersect array. Pass pairs of x values to line drawing routine to y equal to y minus 1. അപ്പൊ ഈ അൽഗോരിതം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയാലും മതി. അതായത് യൂസിങ് ദ ഫിഗർ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള, അതായത് ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതാം. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ പോളിഗൺ റീഡ് ചെയ്യുക. ദെൻ അതിന്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് കമ്പ്യൂട്ട് ചെയ്യുക. ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സിന് സോർട്ട് ചെയ്യുക. ദെൻ വി ഹാവ് ടു സോർട്ട് ഇൻ പെയർ വൈസ് സോർട്ട് ചെയ്യുക ആൻഡ് ഫിൽ ദ സ്പെസിഫൈഡ് കളർ. അതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ്, ഇഫ് ദ ഇന്റർസെക്റ്റിംഗ് പാർട്ട് ഈസ് വെർട്ടെക്സിലാണ് ഇന്റർസെക്ഷൻ വരുന്നെങ്കിലുള്ള മെത്തേഡാണ് സെക്കൻഡ് പറഞ്ഞത്. ഇന്റർസെക്ഷൻ പോയിന്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പോളിഗൺ ലൈസ് ഓൺ ദ സെയിം സ്കാൻ ലൈൻ ആണ് വരുന്നെങ്കിൽ ഹെൻസ് there are 2 intersection pairs. അതുപോലെ ഇന്റർസെക്ഷൻ പോയിന്റ്സ് ആർ ആക്ച്വലി സെയിം പോയിന്റ്സ് 2 3 എന്ന് പറയുന്ന സെയിം പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺസിഡർ സിംഗിൾ പോയിന്റ് 1 2 അതുപോലെ 3 4. ദെൻ വെർട്ടെക്സിൽ എഡ്ജസ് ആർ ഇൻ ഡിഫറെന്റ്, അതായത് സ്കാൻ ലൈൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് സ്കാൻ ലൈനിലാണ് നിൽക്കുന്നതെങ്കിൽ സിംഗിൾ ഇന്റർസെക്ഷൻ പെയർ കൺസിഡർ ചെയ്താൽ മതി. 1 2 അതുപോലെ 3 4. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ച് കോട്ട് ചെയ്ത് എഴുതാൻ നോക്കുക. ഇത്രയാണ് സ്കാൻ ലൈൻ അൽഗോരിതത്തിൽ വരുന്നത്. അപ്പം അൽഗോരിതം നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എഴുതിയാൽ മതിയാവും കേട്ടോ. ഫൈൻഡ് ആക്റ്റീവ് എഡ്ജസ് ആൻഡ് അപ്ഡേറ്റ് ആക്റ്റീവ് എഡ്ജ് ലിസ്റ്റ് അതൊക്കെ കമ്പ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഇതിൽ കിടക്കുന്ന ഈ ഒരു മെത്തേഡാണ്. കൺസെപ്റ്റ് സെയിം ആണ്. കൺസെപ്റ്റ് ഈ ഒരു കൺസെപ്റ്റേ വരുന്നുള്ളൂ. The main job in the scanline algorithm is to find the intersection points of the scanline with the polygon boundary. When intersection points are even, they are sorted from left to right. Paired and pixels between paired points are set to the fill color. But in some cases, intersection point is a vertex. When scanline intersects polygon vertex, a special handling is required to find the exact intersection points. അപ്പൊ അതിന്റെ കേസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ കേസ് വേണം. To handle such cases, one must look at the other endpoints of the 2 line segments of the polygon which meet at this vertex. If these points lie on the same side of the scan line,
then the point in question counts as an even number of intersections. അപ്പോൾ സെയിം സൈഡ് ആണെങ്കിൽ ഈവൻ നമ്പർ ആയിട്ട് അസ്യൂം ചെയ്യും, ഡിഫറെന്റ് സൈഡ് ആണെങ്കിൽ ഓഡ് നമ്പർ ആയിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്കാൻ ലൈൻ ഫിൽ ഓഫ് കർവ്ഡ് ബൗണ്ടറി ഏരിയാസ്. കർവ്ഡ് ബൗണ്ടറി ഏരിയാസിന്റെ കേസാണ് പറയുന്നത്. ഇപ്പൊ സ്കാൻ ലൈൻ ഫിൽ ഓഫ് റീജിയൻ വിത്ത് കർവ്ഡ്, ഇത് അധികം ഇമ്പോർട്ടന്റ് അല്ല, ഇത് അങ്ങനെ ചോദിക്കില്ല, അത് ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ടൈം കൺസ്യൂമിംഗ് ആണ്. സ്കാൻ ലൈൻ ഫിൽ ഓഫ് റീജിയൻ വിത്ത് കർവ്ഡ് ബൗണ്ടറി ഈസ് മോർ ടൈം കൺസ്യൂമിംഗ് ആസ് ഇന്റർസെക്ഷൻ കാൽക്കുലേഷൻ നൗ ഇൻവോൾവ്സ് നോൺ ലീനിയർ ബൗണ്ടറീസ്. For simple curves such as circle or ellipse, scan line fill process is straightforward process. We calculate the two scan line intersection on opposite side of the curve. This is same as generating pixel position along the curve boundary using standard equation of curve. Then we fill the color between two boundary intersections. Symmetry property is used to reduce the calculation. Similar method can be used to fill the curve section. ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്, അതുപോലെ സിമെട്രിക് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് in order to reduce the calculation. Next, it is the most important, boundary filling and flood fill algorithm. Boundary filling algorithm എങ്ങനെ വരും നോക്കാം. Here, in this method, edges of polygons are drawn. Then starting with some seed. Seed means for some point, starting with some pixel position. Any point inside the polygon, we examine the neighboring pixels to check whether the boundary pixel is reached. Then any point inside the polygon, we examine the neighboring pixels to check whether the boundary pixel is reached. If boundary pixels are not reached, pixels are highlighted and the process is continued until the boundary pixels is reached. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു സീഡ് പോയിന്റ് കൺസിഡർ ചെയ്യും. സീഡ് പോയിന്റ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു പോയിന്റ്, ഒരു വി ഹാവ് ടു കൺസിഡർ സം പോയിന്റ്. അപ്പോൾ ഒരു 1 പിക്സൽ എന്താണ് കൺസിഡർ ചെയ്യും. എനി പോയിന്റ് ഇൻസൈഡ് ദ പോളിഗൺ വി എക്സാമിൻ ദ നെയ്ബറിംഗ് പിക്സൽസ്. നെയ്ബറിംഗ് പിക്സൽസിന് then we consider the neighboring pixel points. If boundary pixels are not reached, pixels are highlighted and the process is continued until boundary pixels are reached. അപ്പോൾ ബൗണ്ടറി ഡിഫൈൻ ചെയ്യുന്നത് we have considered 4 connected region and 8 connected region. അപ്പോൾ 4 connected regionും 8 connected regionുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മളൊരു സർക്കിൾ വരച്ചു, സർക്കിൾ വരച്ചിട്ട് ഒരു കറസ്പോണ്ടിങ് പിക്സൽ എടുത്തു. ഈ പിക്സൽ എടുത്തു കഴിഞ്ഞാൽ അടുത്ത പിക്സൽ കൺസിഡർ ചെയ്യുന്നത് ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് അല്ലെങ്കിൽ നെയ്ബറിംഗ് പോയിന്റ്സ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്, നെയ്ബറിംഗ് പിക്സൽസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബൗണ്ടറി ഫില്ലില് നമ്മൾ എല്ലാ പിക്സലും കൺസിഡർ ചെയ്യുന്നില്ല, ബേസ്ഡ് ഓൺ 4 കണക്റ്റഡ് റീജിയൻ അല്ലെങ്കിൽ 8 കണക്റ്റഡ് റീജിയൻ, ഈ ഒരു റീജിയൻ അനുസരിച്ചായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു പാരാമീറ്റർ യൂസ് ചെയ്തല്ലേ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 4 കണക്റ്റഡ് റീജിയൻ ബേസ് ചെയ്തോ അല്ലെങ്കിൽ 8 കണക്റ്റഡ് റീജിയൻ ബേസ് ചെയ്തോ ആണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത് ബൗണ്ടറി ഫില്ലും ഫ്ലഡ് ഫില്ലും. ഇപ്പൊ 4 കണക്റ്റഡ് റീജിയൻ ആണെങ്കിൽ എങ്ങനെയാണ്, 4 പോയിന്റ്സ്, ഇപ്പൊ ലെഫ്റ്റ്, ഇപ്പൊ പിക്സലിന്റെ ലെഫ്റ്റ് മോസ്റ്റ് പിക്സൽ കൺസിഡർ ചെയ്യും, അടുത്ത റൈറ്റ് മോസ്റ്റ് പിക്സൽ കൺസിഡർ ചെയ്യും, ടോപ്പ് മോസ്റ്റ് പിക്സൽ കൺസിഡർ ചെയ്യും, ബോട്ടം മോസ്റ്റ് പിക്സൽ കൺസിഡർ ചെയ്യും 4 കണക്റ്റഡ് റീജിയനിൽ. ഇനി 8 കണക്റ്റഡ് റീജിയനിലോ ഈ 4 കൂടാതെ അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള, അപ്പം ലെഫ്റ്റ് മോസ്റ്റ്, റൈറ്റ് മോസ്റ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം, ദെൻ ഡയഗണലും കൂടി കൺസിഡർ ചെയ്യും. അപ്പോൾ എങ്ങനെ വരും, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ് റൈറ്റ്, ദെൻ ബോട്ടം റൈറ്റ് ആൻഡ് ബോട്ടം ലെഫ്റ്റ്, അതും കൂടി കൺസിഡർ ചെയ്യും. അതാണ് 8 കണക്റ്റഡ് റീജിയൻ. ഓക്കെ, അപ്പോൾ ദീസ് 2 റീജിയൻസ് ആണ് ബൗണ്ടറി ഫില്ലും ഫ്ലഡ് ഫില്ലും കൺസിഡർ ചെയ്യുന്ന റീജിയൻസ്. ഇനി ഇഫ് എ റീജിയൻ ഈസ് 4 കണക്റ്റഡ്, ഇപ്പൊ റീജിയൻ 4 കണക്റ്റഡ് ആണെങ്കിൽ then every pixel in the region may be reached by a combination of moves in only 4 directions. ഇപ്പൊ ഞാൻ പറഞ്ഞു ലെഫ്റ്റ്, റൈറ്റ്, അപ്പ് ആൻഡ് ഡൗൺ, 4 ഡയറക്ഷൻ മാത്രമേ മൂവ്മെന്റ് വരത്തുള്ളൂ. അപ്പോൾ പാർഷ്യൽ ഫില്ലിംഗ് റിസൾട്ട് ഡ്യൂ ടു യൂസിങ് 4 കണക്റ്റഡ് അൽഗോരിതം. അപ്പോൾ 4 കണക്റ്റഡ് അൽഗോരിതം ഇപ്പൊ ഇവിടെ ഇതാണ് സീഡ് പോയിന്റ്, ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഇതാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് കൺസിഡർ ചെയ്യും, ദെൻ റൈറ്റ് കൺസിഡർ ചെയ്യും, ടോപ്പ് കൺസിഡർ ചെയ്യും, ബോട്ടം കൺസിഡർ. അപ്പൊ ഫില്ല് ചെയ്ത് വരുമ്പോൾ ഈ ഒരു മാനറിലായിരിക്കും ഫില്ല് ചെയ്ത് വരുന്നത്. Then 8 connected ആണെങ്കിൽ every pixel in the region may be reached by a combination of moves in 2 horizontal, 2 vertical and 4 diagonal direction. അപ്പോൾ 8 connected ഇത് അപ്പൊ ഇങ്ങനെയായിരിക്കും 4 connectedൽ ഫില്ല് ചെയ്ത് വരുന്നത്. ഇത് 8 connected ആകുമ്പോഴത്തേക്കും ഇവിടെ സീഡ് പോയിന്റ് ഇരിക്കുവാണെങ്കിൽ ഇതിന്റെ എന്താണ് ടോപ്പ് ലെഫ്റ്റ് വരും, ടോപ്പ് ബോട്ടം വരും, അതുപോലെ റൈറ്റ് ലെഫ്റ്റ് വരും, റൈറ്റ് ബോട്ടം വരും. അപ്പൊ ആ 4 പൊസിഷനും കൂടി കൺസിഡർ ചെയ്തായിരിക്കും 8 കണക്റ്റഡിൽ വരുന്നത്.
In some cases, an 8-connected algorithm is more accurate than 4-connected algorithm. This is illustrated. ഇപ്പോൾ 4-connected algorithm partial filling ആയിരിക്കും വരുന്നത്. നമുക്കറിയാലോ partial filling വരത്തുള്ളൂ. അത്രയും regions അല്ലേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. So in 4-connected, partial filling sometimes resulted in partial filling. This is 4 adjacent point method. മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇതിനെ ആൽഗോരിതം വഴി എഴുതുമ്പോൾ എങ്ങനെ വരും? ഇതൊരു XY പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. XY പോയിന്റ്. ഓക്കെ. ഇനി ഇതിന്റെ ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ് എങ്ങനെ വരും? ലെഫ്റ്റ് മോസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ -1, x -1. അതുപോലെ y റിമെയിൻസ് സെയിം, x -1 y. ഇനി അതിന്റെ റൈറ്റ് മോസ്റ്റ് എടുക്കുമ്പോൾ എങ്ങനെ വരും? x +1, x +1, y റിമെയിൻസ് സെയിം. ഓക്കെ. ഇനി അതിന്റെ അപ്പ് മോസ്റ്റ്, അതായത് ടോപ്പ് മോസ്റ്റ് പോർഷൻ എടുക്കുമ്പോൾ എങ്ങനെ വരും? x എങ്ങനെ വരും? x റിമെയിൻസ് സെയിം, y -1, y -1. അപ്പൊ താഴേന്ന് പോകുന്നത് y ഡൗൺവേർഡ് ഇൻക്രീസിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഡൗൺ ആകുമ്പോഴത്തേക്കും x y +1. These are the 4 coordinate position in the case of 4 adjacent point method. അപ്പൊ ഇത്രയാണ് അൽഗോരിതത്തിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ കോർഡിനേറ്റ് പൊസിഷനിൽ എന്ത് ചെയ്യുക? കളർ ഫിൽ ചെയ്ത് ഫുൾ ആയിട്ട് കളർ ഫിൽ സെയിം പൊസിഷനിൽ കളർ എന്ത് ചെയ്യും? ഫിൽ ചെയ്ത് വരും. സീറ്റ് പൊസിഷൻ ഇതാണെങ്കിൽ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് കളർ ഫില്ലിംഗ് ആയിട്ട് വരും. പാർഷ്യൽ ഫില്ലിംഗ് ഇവിടെ നടക്കത്തുള്ളൂ. The following procedure illustrates recursive filling method for filling a 4-connected region with color specified in parameter fill color F color up to a boundary color specified with a parameter boundary color B color. F color എന്ന് പറഞ്ഞാൽ fill color and boundary color എന്ന് പറഞ്ഞാൽ B color. അപ്പോൾ boundary fill algorithm X F color B color if get pixel X by not equal to B. പിന്നെ ഒരു കാര്യം, boundary fill algorithm mostly യൂസ് ചെയ്യുന്നത് we have to fill a color. ഒരു കളർ ഇല്ലാത്തൊരു പൊസിഷൻ, ഇപ്പൊ ഒരു പോളിഗൺ എടുത്തു, ബ്ലാങ്ക്, അതായത് നോ കളർ ഈസ് ഇൻസൈഡ് ദിസ് ഫില്ലിംഗ്, നോ ഫില്ലിംഗ് ഈസ് ദെയർ. അപ്പൊ ഫില്ലിംഗ് ഒന്നും ഇല്ല. അപ്പൊ വി ഹാവ് ടു കളർ ആസ് എ ന്യൂ കളർ ഫില്ല് ചെയ്യണം. ഇപ്പൊ വി ഹാവ് ടു കളർ ഗ്രീൻ കളർ ഇൻസൈഡ് ദിസ് പോളിഗൺ. അപ്പൊ ഇൻസൈഡ് ഗ്രീൻ കളർ ഫില്ല് ചെയ്യണമെങ്കിൽ വി യൂസ് ദിസ് ബൗണ്ടറി ഫിൽ അൽഗോരിതം. ഓക്കെ. അപ്പൊ ബൗണ്ടറി ഫില്ലില് എക്സ് വൈ ഫിൽ കളർ ബൗണ്ടറി കളർ. ഇഫ് ഗെറ്റ് പിക്സൽ എക്സ് വൈ നോട്ട് ഈക്വൽ ടു ബൗണ്ടറി കളർ and get pixel xy not equal to fill color, then put pixel xy f color, fill color വെച്ചിട്ട് fill ചെയ്യുക. ബൗണ്ടറി fill x +1. അടുത്ത് fill ചെയ്യേണ്ട എവിടെയാണ്? ഇപ്പൊ ഫസ്റ്റ് ഒരു സീഡ് പോയിന്റ് എടുത്തു, then fill ചെയ്യേണ്ടത് ഇപ്പൊ x y-ലാണ് ആദ്യം എടുത്തേക്കുന്നത്. then എടുക്കുന്നത് x +1 y. x +1 y എന്ന് പറയുമ്പോൾ റൈറ്റ് മോസ്റ്റ് നെയ്ബറിംഗ് പോയിന്റ്, അവിടെ fill ചെയ്തു. അടുത്തെടുക്കുന്നത് x y +1. x y +1 എന്ന് പറയുമ്പോൾ താഴത്തെ പോർഷൻ, bottom portion fill ചെയ്തു. then x -1 y leftmost portion, then x y -1 topmost portion. ഓക്കെ. അങ്ങനെ 4 പോർഷനും fill ചെയ്താണ് എന്ത് ചെയ്യുന്നത്? we have to fill the color using this boundary filling algorithm. okay. Get pixel function gives the color of specified pixel and put pixel function draws the pixel with the specified color. ഇപ്പൊ get pixel കൊണ്ട് put pixel യൂസ് ചെയ്യുന്നുണ്ട്. get pixel എന്താ? and put pixel draws the pixel. ആ കളർ ഡ്രോ ചെയ്യുന്നത് പുട്ട് പിക്സലും, അതുപോലെ കളർ ഏതാണെന്ന് ഗെറ്റ് ചെയ്യുന്നത് ഗെറ്റ് പിക്സലും. സെയിം പ്രൊസീജിയർ ക്യാൻ ബി മോഡിഫൈഡ് അക്കോർഡിംഗ് ടു 8 കണക്റ്റഡ് റീജിയൻ അൽഗോരിതം ബൈ ഇൻക്ലൂഡിംഗ് 4 അഡീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ടു ടെസ്റ്റ് ഡയഗണൽ. അപ്പൊ അഡീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ ബൗണ്ടറി ഫിൽ, അടുത്ത കോർഡിനേറ്റ് പൊസിഷനും കൂടി കൺസിഡർ ചെയ്യും. അപ്പൊ അവിടെ കൺസിഡർ ചെയ്യുന്ന ഏതൊക്കെയായിരിക്കും? 4, അതായത് എക്സ്ട്രാ 4 ലൊക്കേഷൻസും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവിടെ ടോപ്പ് ലെഫ്റ്റ് വരുമ്പോൾ എങ്ങനെ വരും? x -1 y -1 top left x -1 y -1. അതുപോലെ ടോപ്പ് റൈറ്റ് ആണെങ്കിൽ x +1 y -1 കോർഡിനേറ്റ്. ബോട്ടം ലെഫ്റ്റ് ആണെങ്കിൽ x -1 y +1 കൺസിഡർ ചെയ്യും. then ബോട്ടം റൈറ്റ് ആണെങ്കിൽ x +1 y +1 കൺസിഡർ ചെയ്യും. ഓക്കെ ആണല്ലോ. ഈ 8 കോർഡിനേറ്റ്സ് കൺസിഡർ ചെയ്തിട്ടാണ് 8 കണക്റ്റഡ് റീജിയനിൽ യൂസ് ചെയ്യുന്നത്.
This procedure requires considerable stacking of neighboring points. More efficient methods are generally employed. ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ശരിക്കും. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും? ഫസ്റ്റ് പിക്സൽ എടുക്കും, ഇപ്പോൾ XY പിക്സൽ എടുക്കും, അതെന്ത് ചെയ്യും? അതിൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് വാല്യൂ സ്റ്റാക്കിൽ പ്ലേസ് ചെയ്യും. ദെൻ ആ പ്ലേസ് ചെയ്ത വാല്യൂവിന് കറസ്പോണ്ടിങ് കളർ പ്രൊവൈഡ് ചെയ്യും. ദെൻ അടുത്ത പിക്സൽ അടുത്ത പൊസിഷൻ എടുക്കും, അതിന് കറസ്പോണ്ടിങ് കളർ കൊണ്ട് ഫില്ല് ചെയ്യും. ബൗണ്ടറി കളറും ഫിൽ കളറും ഏതാണോ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് ഫില്ല് ചെയ്ത് വരും. ഇങ്ങനെയാണ് 4 കണക്റ്റഡിലും 8 കണക്റ്റഡിലും വരുന്നത്. ഓക്കെ ആണല്ലോ? ഫില്ല് ചെയ്ത് വരുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. 4 കണക്റ്റഡ് റീജിയൻ ആകുമ്പോഴത്തേക്കും സീഡ് പോയിന്റ്സ് ഇതെടുത്തു, അതിൽ 2 1 ഈ കറസ്പോണ്ടിങ് പിക്സൽ സ്റ്റാക്കിൽ ഫില്ല് ചെയ്തു. ദെൻ അടുത്ത പിക്സൽ 3 1 അതിവിടെ അടുത്ത ഇതിൽ ഫില്ല് ചെയ്തു. ദെൻ അടുത്ത് 3 1 ഇവിടെ ഉണ്ട്. അടുത്ത് 4ഉം 6ഉം വന്നു. അപ്പോൾ അതും ഫില്ല് ചെയ്ത് വന്നു. അപ്പം ഇങ്ങനെ ഫില്ല് ചെയ്താണ്. അപ്പം ഇതെല്ലാം സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യും, അതിനെ അൺസ്റ്റാക്ക് ചെയ്യും. അൺസ്റ്റാക്ക് ചെയ്യുമ്പോൾ ഫില്ലിംഗ് പ്രൊസീജിയർ നടക്കും. അങ്ങനെയാണ് ബൗണ്ടറി ഫില്ല് പോകുന്നത്. 8 പോയിന്റ് കണക്റ്റഡ് ഫില്ലിംഗ് മെത്തേഡ്. 8 പോയിന്റ് ആകുമ്പോഴത്തേക്കും ടോപ്പ് ലെഫ്റ്റ്, ടോപ്പ് റൈറ്റ്, ബോട്ടം ലെഫ്റ്റ്, ബോട്ടം റൈറ്റ്, അങ്ങനെ 8 പോയിന്റ്സ് വരും. അപ്പോൾ ഈ ബൗണ്ടറി ഫില്ലിംഗ് അൽഗോരിതത്തിന്റെ വേറൊരു പേരാണ് സീഡ് ഫിൽ അൽഗോരിതം. സീഡ് ഫിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. സീഡ് ഫിൽ അൽഗോരിതം എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. ജസ്റ്റ് ഇവിടെ ബേസിക് ആയിട്ട് 3 സ്റ്റെപ്സേ വരുന്നുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കൺസിഡർ എ റാൻഡം പോയിന്റ് ഇൻസൈഡ് ദ പോളിഗൺ ഏരിയ. Then test each pixel to the left, right, above and below in case of 4 connected, or test left, right, above and below and 4 diagonal areas in case of 8 connected. Repeat the process until all pixels up to the boundary of polygon have been tested. That is when the boundary color is encountered. Okay. ഇത്രയാണ് ബൗണ്ടറി ഫില്ലിൽ വരുന്നത്. It is a very, very, very important topic. Okay. Boundary fill algorithm. മനസ്സിലായി കാണുമല്ലോ? ഇപ്പോൾ 2 ടൈപ്സ് റീജിയൻ കൺസിഡർ ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. 4 കണക്റ്റഡ് റീജിയൻ ഉണ്ട്, 8 കണക്റ്റഡ് റീജിയൻ ഉണ്ട്. 4 കണക്റ്റഡ് റീജിയനിൽ കോർഡിനേറ്റ്സ് എങ്ങനെ വരും എന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പം നമ്മൾ റാൻഡം കോർഡിനേറ്റ് എടുക്കുവാണ്, അല്ലെങ്കിൽ റാൻഡം പോയിന്റ് എടുക്കുവാണ്, അതിനാണ് സീഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സീഡ് പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ആ സീഡ് പോയിന്റിന്റെ ബൗണ്ടറി റീജിയൻസ്, നെയ്ബറിംഗ് റീജിയൻസ് അല്ലെങ്കിൽ നെയ്ബറിംഗ് പോയിന്റ്സ് കൺസിഡർ ചെയ്ത് ഫില്ല് ചെയ്ത് വരുന്ന ടെക്നിക്കാണ് ബൗണ്ടറി ഫില്ലിംഗ് അൽഗോരിതം. ഈ ബൗണ്ടറി ഫില്ലിംഗ് ഓക്കെ ആണെങ്കിൽ ഫ്ലഡ് ഫില്ല് സിമ്പിൾ ആണ്. ഓക്കെ. ബൗണ്ടറി ഫില്ലിംഗ് ഇത്രേ ഉള്ളൂ. ഫില്ല് ചെയ്ത് പുതിയ കളർ, പുതിയതല്ല, ഓൾറെഡി കളർ ഇല്ല, അപ്പോൾ ഫില്ല് ഏരിയയും കൂടി കളർ ഫില്ല് ചെയ്ത് വരുന്നു. ബൗണ്ടറി കളർ ഏതാണോ അതേ കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതേ കളർ ഫിൽ കളറായിട്ട് അസ്യൂം ചെയ്യുക. അതനുസരിച്ച് ഫില്ല് ചെയ്ത് വരുന്ന ടെക്നിക്കാണ് ബൗണ്ടറി ഫില്ലിംഗ് അൽഗോരിതം. ഇനി ഫ്ലഡ് ഫില്ല് വരുമ്പോൾ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഓൾറെഡി ഒരു കളർ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ പോളിഗൺ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇറ്റ് ഈസ് ഫിൽഡ് ഇൻ റെഡ് കളർ. റെഡ് കളറിൽ പോളിഗൺ ഫില്ല് ചെയ്തേക്കാണ്. റെഡ് പോളിഗൺ ഫിൽഡ് ഇൻ റെഡ് കളർ. വി ഹാവ് ടു റീപ്ലേസ് ദിസ് കളർ ആസ് ബ്ലൂ ആയിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ. വി ഹാവ് ടു പെയിന്റ് ദ കളർ ആസ് ബ്ലൂ കളർ പെയിന്റ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലഡ് ഫിൽ. ഇപ്പോൾ റീപ്ലേസ്മെന്റ് വരുന്ന കേസാണ് ഫ്ലഡ് ഫിൽ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. But sometimes it is required to fill in an area that is not defined with a single color boundary. അപ്പോൾ സിംഗിൾ അല്ലെങ്കിൽ കളർ ബൗണ്ടറി കളർ റെഡ്, ഇൻസൈഡ് കളർ ഗ്രീൻ, അങ്ങനെ ഫില്ല് ചെയ്യണം. അതിനൊക്കെയാണ് ഫ്ലഡ് ഫിൽ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. In such cases, we can fill areas by replacing a specified interior color instead of searching for a boundary color. മറ്റടുത്ത് ബൗണ്ടറി കളർ അനുസരിച്ചിട്ട് we have to fill the area. This approach is called flood fill algorithm. Like boundary fill algorithm, here we start with some seed. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ തന്നെ we have to start with some seed point. Seed point consider ചെയ്യുക and examine the neighboring pixels. However, here pixels are checked for a specified interior color instead of boundary color and they are replaced by new color. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഓൾഡ് കളർ വെച്ചിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ എല്ലായിടത്തും ചെക്കിംഗ് വരുന്നുണ്ട്. ഓൾഡ് കളർ, ന്യൂ കളർ, ആ ഒരു ചെക്കിംഗ് വരുന്നുണ്ട്. Using either 4 connected or 8 connected approach, we can step through pixel positions until all interior points have been filled. ഇപ്പോൾ എല്ലാ ഇന്റീരിയർ പോയിന്റ്സ് കംപ്ലീറ്റ് ഫിൽ ആവുന്നത് വരെയും ഈ ചെക്കിംഗ് നടക്കുന്നുണ്ട്. ഇത് ഏത് ബേസിസിൽ? 4 connected or 8 connected approach ബേസിസിൽ നടക്കുന്നുണ്ട്. The following procedure illustrates the recursive method for filling 4 connected region using flood fill algorithm. ഇപ്പോൾ flood fill x by new color, old color. If get pixel xy equal to old color. അപ്പം മറ്റടുത്ത് ഫിൽ കളറും ബൗണ്ടറി കളറും ആയിരുന്നു.
ഇവിടെ ന്യൂ കളർ ആൻഡ് ഓൾഡ് കളർ ബേസിസിലാണ് പോകുന്നത്. ഇഫ് ഗെറ്റ് പിക്സൽ എക്സ് വൈ ഈക്വൽ ടു ഓൾഡ് കളർ ആണെങ്കിൽ നമ്മൾ പുതിയ കളർ കൊടുക്കണം. ഏതിന്? ഈ പർട്ടിക്കുലർ കോർഡിനേറ്റ്. അപ്പോൾ പുട്ട് പിക്സൽ എക്സ് വൈ ന്യൂ കളർ കൊടുത്തു. ഇനി ഫ്ലഡ് ഫിൽ എക്സ് പ്ലസ് വൈ അടുത്ത പൊസിഷൻ ആകുമ്പോൾ ഏത് വരും? റൈറ്റ് പൊസിഷൻ വരും. എക്സ് പ്ലസ് വൈ ന്യൂ കളർ കൊണ്ട് ഫില്ല് ചെയ്യുക. റീപ്ലേസ്ഡ് വിത്ത് ഓൾഡ് കളർ. ഓൾഡ് കളർ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ന്യൂ കളർ. ഇനി അടുത്ത പൊസിഷൻ എക്സ് ആൻഡ് വൈ പ്ലസ് 1. അപ്പൊ എന്ത് സംഭവിക്കും? ബോട്ടം മോസ്റ്റ് പൊസിഷനിലോട്ട് പോകും. അടുത്ത പിക്സൽ കൺസിഡർ ചെയ്യും. ദെൻ അടുത്ത പിക്സൽ. അങ്ങനെ ഇതിപ്പോ 4 കണക്റ്റഡിനെയാണ്. ഇതുപോലെ 8 കോർഡിനേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ 8 കണക്റ്റഡ് വേയിൽ ഫില്ല് ചെയ്ത് പോവാം. റീപ്ലേസ്ഡ് വിത്ത് ഓൾഡ് പിക്സൽ. ഓൾഡ് പിക്സൽ മാറ്റിയിട്ട് ന്യൂ പിക്സൽ ഫ്ലഡ് ചെയ്ത് പോകുന്ന ടെക്നിക്കാണ് ഫ്ലഡ് ഫിൽ അൽഗോരിതം. Note here, get pixel function gives the color of specified pixel and put pixel function draws the pixel with the specified color. നേരത്തെ പറഞ്ഞ തന്നെയാണ്. Get pixel gives the color of specified pixel and put pixel draws the pixel with the specified color. ഇത്രയാണ് ഫ്ലഡ് ഫിൽ അൽഗോരിതത്തിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് 3 ടെക്നിക്സ് പറഞ്ഞു. ഓക്കെ, സ്കാൻ ലൈൻ, പോളിഗൺ ഫില്ലിംഗ്, അതായത് ഫില്ലിംഗ് ദ പോളിഗൺ വിത്ത് സം കളർ, അല്ലെങ്കിൽ പെയിന്റിംഗ് ദ പോളിഗണിനെ ജസ്റ്റ് പെയിന്റ് ചെയ്യുന്നത് ഓർത്താൽ മതി. പേരിൽ നിന്ന് തന്നെ കിട്ടും, പോളിഗൺ ഫില്ലിംഗ് അൽഗോരിതം. പെയിന്റിംഗ് ദ പോളിഗൺ വിത്ത് സം കളർ കൊണ്ട് പെയിന്റ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ സ്കാൻ ലൈൻ പോളിഗൺ ഫില്ലിംഗ് ആണെങ്കിൽ പേരിൽ നിന്ന് തന്നെ ഉണ്ട്, സ്കാൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിഡർ ദ സ്കാൻ ലൈൻ, അല്ലെങ്കിൽ കൺസിഡർ ദ റോസ്. ഓരോ റോയും കൺസിഡർ ചെയ്യുക. ആ റോയും കറസ്പോണ്ടിങ് പോളിഗണിന്റെ ഇന്റർസെക്ഷൻ പോയിന്റും ആ എൻ പോയിന്റ് എടുത്തിട്ട് ആ എൻ പോയിന്റിന്റെ ബേസിസിൽ സ്പെസിഫൈഡ് കളർ കൊടുക്കുന്ന പ്രൊസീജിയർ ആണ് സ്കാൻ ലൈൻ പോളിഗൺ ഫില്ലിംഗിൽ വരുന്നത്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കാൻ ലൈൻ വന്ന് നിൽക്കുന്നത് ചിലപ്പോൾ വെർട്ടെക്സിലായിരിക്കും. വെർട്ടെക്സിലാണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ഇറ്റ് ആസ് എ സിംഗിൾ പോയിന്റ്. ഇപ്പൊ സിംഗിൾ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി, 2 പോയിന്റ് ആയിട്ട് എടുക്കണമെന്നില്ല. അത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, ഡിഫറെന്റ് ഡയറക്ഷൻ ആണെങ്കിൽ 2 പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ അവിടുത്തെ കാര്യം. 2 ടൈപ്പ് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഏതാണ്? ബൗണ്ടറി ഫിൽ. ബൗണ്ടറി ഫില്ലൊന്നുമില്ല, ജസ്റ്റ് ബൗണ്ടറി ഫില്ലിന്റെ കളർ തന്നെ ഫിൽ കളർ ആയിട്ട് ഇൻസൈഡ് ദ പോളിഗൺ ഫില്ല് ചെയ്യുക. അതാണ് ബൗണ്ടറി ഫില്ലിൽ വരുന്നത്. അതിൽ 2 ടൈപ്സ് ടെക്നിക്സ് വരുന്നുണ്ട്. 4 കണക്റ്റഡ് റീജിയനും 8 കണക്റ്റഡും. 4 കണക്റ്റഡ് ആണെങ്കിൽ കോർഡിനേറ്റ്സ് എങ്ങനെ വരും എന്ന് നോക്കുക. 8 കണക്റ്റഡ് ആണെങ്കിൽ കോർഡിനേറ്റ്സ് എങ്ങനെ വരും എന്ന് നോക്കുക. അതനുസരിച്ച് എന്ത് ചെയ്യുക? കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് പോവുക. ഓക്കെ, ഫ്ലഡ് ഫിൽ ആണെങ്കിലോ ന്യൂ കളറിനെ, അതായത് ഓൾഡ് കളറിനെ റീപ്ലേസ് ചെയ്ത് എന്ത് ചെയ്യുക? ഒരു പുതിയ കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ബൗണ്ടറി കളർ എന്നൊരു കൺസെപ്റ്റ് അല്ല, ഓൾഡ് കളർ എന്നൊരു കൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പം ഓരോ പിക്സലിനും ആ കറസ്പോണ്ടിങ് ഓൾഡ് കളറിനെ റീപ്ലേസ് ചെയ്ത് ന്യൂ കളർ അസ്യൂം ചെയ്ത് പോവാം. ഇത്രയാണ് 2 ടൈപ്പ് അൽഗോരിതം വരുന്നത്. ഓക്കെ ആണോ? മുന്നേ പറഞ്ഞത് 2 ടൈപ്പ് ടെസ്റ്റ് ആണ്, ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റും അതുപോലെ വൈൻഡിങ് നമ്പർ ടെസ്റ്റും. ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ്സ് ഈവൻ നമ്പർ ഓഫ് ഇന്റർസെക്ഷൻ പോയിന്റ് ആണെങ്കിൽ അതെന്ത് വരും? ഈവൻ നമ്പർ ആണെങ്കിൽ അത് എക്സ്റ്റീരിയർ പോയിന്റും, ഓഡ് നമ്പർ ആണെങ്കിൽ ഇന്റീരിയർ പോയിന്റും. അതുപോലെ വൈൻഡിങ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരേ ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് -1 വാല്യൂ ആണ് വൈൻഡിങ് നമ്പർ. അതുപോലെ ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ടാണ് പോവുകയാണെങ്കിൽ വി ഹാവ് കൺസിഡർ ദ വാല്യൂ as 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ വൈൻഡിങ് നമ്പർ എല്ലാം കൂടി സം ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ പോയിന്റ് എവിടെയാണ് നിൽക്കുന്നത്? ഔട്ട്സൈഡ് ദ പോളിഗൺ ആണ് നിൽക്കുന്നത്. ഇനി നോൺ സീറോ വാല്യൂ ആണെങ്കിൽ ഇൻസൈഡ് ദ പോളിഗൺ. അതാണ്. പിന്നെ 2 ടൈപ്സ് ഓഫ് പോളിഗണിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ കൊടുക്കുന്ന എൻ പോയിന്റ്സ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ റീജിയൻ ആണെങ്കിൽ അത് കോൺവെക്സ് പോളിഗൺ. സം റീജിയൻസ് ഔട്ട്സൈഡ് വന്നു കഴിഞ്ഞാൽ അത് കോൺകേവ് റീജിയൻ ആയിട്ട് വരും. ഓക്കെ, ഇത്രയാണ് ഒരു സെക്ഷനിൽ വരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? സ്പീഡിനാണ് പോയത്, പിടികിട്ടിയോ? ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ഓക്കെ ആവോ? ഒപ്പീനിയൻ പറഞ്ഞേ. അനഘ അനഘയുണ്ടോ? അനഘ
മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പിന്നെ വായിച്ചു നോക്കുമ്പോൾ കിട്ടുമായിരിക്കുമല്ലോ. ഓക്കെ. അതുലില്ലേ? അഞ്ജലി? മനസ്സിലായോ? മനസ്സിലായി? ഓക്കെ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് 10:30 വേറൊരു സെക്ഷനാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. വേറൊരു ടോപ്പിക്കാണ് വരുന്നത്. നോക്കാം. ഓക്കെ, ശരി. ലീവ് ചെയ്തോ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടേ. താങ്ക് യു.